What's up, football fans? Welcome back to Footballers Life. Manchester United versus Arsenal. ഞാൻ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് FA കപ്പ് തേർഡ് റൗണ്ടിന്റെ മാച്ച് പ്രിവ്യൂലേക്ക് സ്വാഗതം. ഐ തിങ്ക് FA കപ്പ് തേർഡ് റൗണ്ട്സിലെ ദി ബ്ലോക്ക് ബസ്റ്റർ ക്ലാഷ് UK സമയം 3 മണി, ഇന്ത്യൻ സമയം അതിനനുസരിച്ച് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 8:30 കളി. ഏകദേശം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു 4 മണിക്കൂർ കൂടെ ഇതുള്ളത്. സോണി 10:2 ഈ മാച്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയർ അവൈലബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല. റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്ക്വാഡിൽ ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹം മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. റാഷ്ഫോർഡ് ഇല്ല, മൗണ്ട് ഇസ് ആബ്സെന്റ്, ലിൻഡലോഫ് ഇതാണെന്ന് പറയുന്നുണ്ട്. ഇത് ഫുഡ് മോബിന്ന് എടുക്കുന്ന ഡീറ്റെയിൽസ് ആണ്. എന്തെങ്കിലും ഇതിനകത്ത് കറക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ആർസണലിനെ സംബന്ധിച്ച് ന്വാനേരി ഈസ് അൺഫോർച്ചുനേറ്റ്ലി നോട്ട് അവൈലബിൾ, ടോമിയാസു, പിന്നെ സാക്ക, പിന്നെ വൈറ്റ്. ബട്ട് റെസ്റ്റ് ഓഫ് ദ സ്ക്വാഡ് ഡെഫിനറ്റ്ലി അവൈലബിൾ. വെരി ഇൻട്രസ്റ്റിംഗ് ടൈറ്റിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാർബാ കപ്പിന്റെ സെമി ഫൈനൽ സെക്കൻഡ് ലെഗിൽ ന്യൂകാസലിനെതിരെ തോറ്റതിന് ശേഷമുള്ള ഒരു വിമർശനം, ആർട്ടറ്റ നേരിട്ട ഒരു വിമർശനവും, പിന്നെ പോരാത്തതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് ലിവർപൂളായിട്ട് 2-2 ഡ്രോ പിടിച്ചതിന്റെ ഒരു കോൺഫിഡൻസും. ആൻഡ് മൂന്നാമത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർസണൽ കളിക്കുന്നത് ലിവർപൂൾ കളിക്കുന്നത് സെയിം ശൈലിയിലും, ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു പക്ഷേ സ്ട്രെങ്ത്തിനെ അത് ഗുണകരം ചെയ്യുന്ന ഒരു തരത്തിലാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലവ് ടു സിറ്റ് ബാക്ക് ആൻഡ് ഡു ട്രാൻസിഷൻ അറ്റാക്ക്. അമോറിം കളിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൈ പൊസിഷൻ ടൈപ്പ് ഓഫ് ഫുട്ബോൾ ആണെങ്കിലും ഇപ്പോഴത്തെ സ്ക്വാഡ് സ്ട്രെങ്ത്തും സ്ക്വാഡ് അവൈലബിലിറ്റിയും പ്ലെയർ അവൈലബിലിറ്റിയും ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത്, ആൻഡ് ടൈം അമോറിമിന് കിട്ടിയ ടൈം വെച്ച് നോക്കാൻ നേരത്ത് ഒരു പക്ഷേ ഈ ഒരു ഗെയിം തനിക്ക് ഗുണകരമായിട്ട് വരാനായിട്ടൊരു സാധ്യത ഞാൻ കാണുന്നു, എസ്പെഷ്യലി ട്രാൻസിഷൻ അറ്റാക്ക്. ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇവര് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഇപ്സ്വിച്ചിനെതിരെയും സൗത്ത് ആംപ്ടനെതിരെയൊക്കെ ഭയങ്കര മോശമായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിലും ഈ ലിവർപൂൾ, ആർസണൽ, ചെൽസി എന്നൊക്കെ പറഞ്ഞ് കളിക്കുമ്പോഴത്തേക്കും ഒരു സംതിങ് കംസ് ഫ്രം വിത്തിൻ, ഒരു പ്ലെയേഴ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഹങ്കർ വരുന്നുണ്ട്. ആ ഹങ്കർ ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിനെതിരെ കാണാനുണ്ടായിരുന്നു. സെയിം ഹങ്കറും ഈ പറയുന്ന പോലെ ഇവർക്കെതിരെ കാണിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ആർസണലിനെതിരെ കാണിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസിഷനിൽ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ചാൻസ്. പിന്നെ ആർസണലിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, സെറ്റ് പീസ് FC ആണ്, കോർണർ FC ആണ്. കോർണറിന് വേണ്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് ഇസ് അട്ടർലി ബട്ടർലി സാഡ്. കാരണം ദ സെയിം കോച്ച് തന്നെ കഴിഞ്ഞ 2 സീസണിൽ ഓപ്പൺ പ്ലേയിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതും ചാൻസസ് കൺവേർട്ട് ചെയ്യാനും പഠിപ്പിച്ചിരിക്കുന്ന ഒരു ടീമാണ്. ആൻഡ് ഹി ഹാസ് ബീൻ എക്സെപ്ഷണൽ. ഓൾ ഓഫ് എ സഡൻ നല്ലൊരു സെറ്റ് പീസ് കോച്ച് വന്ന, അല്ലെങ്കിൽ കോർണർ കോച്ച് വന്നതുകൊണ്ട് തന്റെ എല്ലാ ടാക്ടിക്സും അതിനുവേണ്ടി മാത്രമായിട്ട് വിട്ടുകൊടുത്തു എന്ന് പറയുകയാണെങ്കിലാണ് അൺഫോർച്ചുനേറ്റ്ലി സത്യം പറഞ്ഞ ഒരു എന്താ പറയുക, ഐ മീൻ ഐ ഡോണ്ട് നോ, സംതിങ് ഹാപ്പൻ ടു ആർട്ടറ്റ. ടു പ്രാക്ടിക്കലായി മാറി, ടു മൊറീനിയോ സ്റ്റൈലായി മാറി, തന്റെ ഫിലോസഫിയിൽ നിന്ന് വേറൊരു ഫിലോസഫിയിലേക്ക് മാറി. ലാക്ക് ഓഫ് പ്ലേയേഴ്സിന്റെ മേലിൽ ഇല്ലാത്തൊരു കോൺഫിഡൻസ് ആണോ സംതിങ്. പക്ഷെ എന്നാലും ഓപ്പൺ പ്ലേ XG 54% എന്തോ ആർസണലിന്റെ പ്രീമിയർ ലീഗിലെ എക്സ്പെക്ടഡ് ഗോൾസ് വന്നിരിക്കുന്നത് ഫ്രം സെറ്റ് പീസ് ആണ്. അതായത് സെറ്റ് പീസിന് മാത്രമല്ല, സെറ്റ് പീസിൽ മുഖാന്തരം ഉണ്ടായ ചാൻസസ്. അപ്പൊ അതായത് സെറ്റ് പീസ് എടുത്തു, അത് ബൗൺസ് ചെയ്തു, മറ്റേ പ്ലെയറിൽ വന്നു, അത് പിന്നെ ഒരു ട്രാൻസിഷൻ ആയിട്ട് ഗോൾ വരുമ്പോൾ സെറ്റ് പീസ് മുഖാന്തരം വരുന്നു. അപ്പോൾ ഒരു 54 to 60% ഓഫ് XG എക്സ്പെക്ടഡ് ഗോൾസ് വരുന്ന ഇതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡിപ്പെൻഡന്റ് ആണെന്നുള്ളത് അറിയാം. നൗ സെറ്റ് പീസസ് ഇസ് ഇമ്പോർട്ടന്റ്. മാഞ്ചസ്റ്റർ സിറ്റിയും സെറ്റ് പീസിൽ വെച്ചിട്ട് ഗോൾ കുറെ അടിക്കേണ്ട, ഒരു ടൈറ്റിൽ അടിക്കുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് ഇമ്പോർട്ടന്റ്. പക്ഷെ അത് മാത്രമാണ് തന്റെ ടീമിന്റെ മെയിൻ വെപ്പൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. ആൻഡ് കഴിഞ്ഞ കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എതിരെയായിട്ട് ആർസണൽ 2 ഗോൾ അടിച്ചതും 2 ഗോളാണെന്ന് തോന്നുന്നത് സെറ്റ് പീസിൽ തന്നെയാണ്. അപ്പൊ അത് അവരുടെ മനസ്സിലും ഉണ്ടാവും. ആൻഡ് കൂടുതൽ കളിക്കും തോറും, ആൻഡ് ഐ എം റിയലി സർപ്രൈസ്ഡ് എന്തുകൊണ്ട് ടീമുകൾ ഇത് നേരത്തെ കണ്ടുപിടിച്ചില്ല എന്നുള്ളത്. പക്ഷെ കൂടുതൽ കളിക്കുന്നതോറും ടീമുകൾ സ്വാഭാവികമായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കും. ആൻഡ് ഒരു കണക്കിന് അത് നല്ലതാണ് ആർട്ടറ്റയ്ക്ക്. കാരണം നൗ നിങ്ങളുടെ സെറ്റ് പീസുകൾ മറ്റേ ടീമുകൾ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഫോഴ്സ്ഡ് ടു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രാൻസിഷൻ അറ്റാക്കും ഫ്ലൂയിഡ് ഫുട്ബോളും കളിക്കാൻ വേണ്ടിയിട്ട് ആർട്ടറ്റയെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയായിരിക്കും. അത് വേണം, കാരണം ഹി ഹാസ് ദാറ്റ് ക്വാളിറ്റി. ആർട്ടറ്റയ്ക്ക് ആ ഒരു ടീമും ഉണ്ട്. പിന്നെ ബക്കയോ സാക്കയുടെ ആബ്സെൻസ് ഭയങ്കര വലിയൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഒരു കൺസിസ്റ്റന്റ് ഗോൾ സ്കോറർ അല്ലെങ്കിൽ ഒരു ഗോൾ ത്രെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് അൺഅവൈലബിലിറ്റി. അവിടെ റീപ്ലേസ് ചെയ്യാൻ കാര്യമായിട്ട് ആരുമില്ല. പിന്നെ ട്രൊസാർഡും പറയുന്ന പോലെ ഈ സീസണിൽ അങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ഫോമിലൊന്നും അല്ല. കായ് ഹാവേർട്സ് ആർസണൽ ഫാൻസിന് വേണമെന്നുണ്ടെങ്കിൽ പ്രശംസിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഞങ്ങൾക്കറിയാം ആസ് ചെൽസി ഫാൻസ് ഹി വിൽ കോൺട്രിബ്യൂട്ട് ഗോൾസ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഹി ഈസ് നോട്ട് ദാറ്റ് സ്ട്രൈക്കർ ത്രെറ്റ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാർട്ടിനെല്ലിയും അങ്ങനെ കാര്യമായിട്ട് ഗോൾ ത്രെറ്റ് ഉണ്ടായിരുന്നില്ല. ന്യൂകാസലിനെതിരെ ഒരു അടിപൊളി 1-on-1 ചാൻസ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയല്ല, 1-on-1 ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു
പോസ്റ്റിലേക്ക് അടിച്ചു കളഞ്ഞു. സോ ഹി ഈസ് നോട്ട് ദാറ്റ് കൺവേർഷൻ. ഗബ്രിയൽ ജേസൂസ് ക്രിസ്റ്റൽ പാലസിനെതിരെ ഒരു പക്ഷെ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾ അടിക്കുമായിരിക്കും. സോ ആ ഒരു ഓപ്പൺ പ്ലേ ത്രെറ്റ്, മേ ബി ലാക്ക് ഓഫ് പ്ലെയർ ക്വാളിറ്റി, സംതിങ് എന്തോ അവിടെ ഒരു മിസ്സിംഗ് പോലെ. അപ്പോ ഒരു പക്ഷേ ഇതൊക്കെ ഇന്ന് അമോറിമിന് ഗുണമുണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കണ്ടറിയാം, നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. മേ ബി ഞാൻ ഈ പറയുന്നത് പോലെ ഇത്രയും പറഞ്ഞതിന് ശേഷം ആർസണൽ ഓപ്പൺ പ്ലേന്ന് ചിലപ്പോൾ ഇന്ന് മിക്കവാറും ഒരു 2 ഗോളും അടിക്കാം. വി നെവർ നോ. അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു സെറ്റ് പീസിന് ഗോൾ അടിക്കാം. വി നെവർ നോ. ഫുട്ബോൾ അല്ലേ, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ദാറ്റ്സ് വൈ വി ഓൾ എൻജോയ് വാച്ചിങ് ദിസ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് മാച്ച്, ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഇഫ് യു ആർ ആർസണൽ ഓർ യുണൈറ്റഡ് ഫാൻ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വോട്ട് യു തിങ്ക്? ഇന്നത്തെ നിങ്ങളുടെ മെയിൻ ചാലഞ്ചസ് എന്തായിരിക്കും, മെയിൻ ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK from Football is Life.